ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും പല വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു വാർത്തയാണ്. ഇന്ത്യക്കാരിയായ സ്റ്റുഡൻറ്റ്, കൊളംബിയ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പെൺകുട്ടി, അവര് ആ രാജ്യത്ത് അവിടുത്തെ യൂണിവേഴ്സിറ്റി പറഞ്ഞ് പുറത്തു പോയിക്കോളാൻ. അവിടുത്തെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും ഗ്രീൻ കാർഡ് ഹോൾഡറായിരുന്നു. അപ്പോൾ അവരതെല്ലാം കൂടെ പാക്ക് ചെയ്ത് അവിടെ തിരിച്ചു വന്ന് ഇപ്പോഴാണ് അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ പല പത്രങ്ങളിലും വരുന്നത്. നിങ്ങൾക്കറിയാം, മെഹ്മൂദ് ഖലീൽ, സിറിയക്കാരനായ ഹമാസിൻ്റെ സപ്പോർട്ടർ, അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഇന്ന് അതേപോലെ ഇവർ പറഞ്ഞിട്ട് പോകാത്ത 5 പേരെ വീണ്ടും കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടുത്തെ യൂണിവേഴ്സിറ്റിയും അവരെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഗ്രീൻ കാർഡ് ഹോൾഡറാണ്, അവർ പോകുന്നില്ല, അവരെ അറസ്റ്റ് ചെയ്തു. ഒരു കാരണം മനസ്സിലാക്കണം, അവരെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവ് വെച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അമേരിക്കൻ കോടതിയിൽ ചോദ്യമുണ്ട്. കാരണം ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്തില്ല എങ്കിൽ, ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തില്ല എങ്കിൽ ആ അറസ്റ്റ് സ്റ്റേ മാത്രമല്ല, അതില്ലാതായിപ്പോവും. അതുകൊണ്ട് കൃത്യമായ തെളിവോടുകൂടിയാണ് ഈ വാണിംഗ് കൊടുത്തിട്ട് അവിടുന്ന് പോകാത്തവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്നത്, അവരെ ഡീറ്റെയിൻ ചെയ്യുന്നത്. അമേരിക്കയിൽ എങ്ങനെ ഞാൻ പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, 400 പേര് ഈ പറഞ്ഞിട്ടും പോകാത്തവർ. അപ്പം അത് തയ്യാറായിക്കൊണ്ടിരിക്കുക. അവരെയും അടുത്ത് തന്നെ എല്ലാം കൂടെ കൂട്ടത്തോടെ എല്ലാം കൂടെ കയറ്റിവിടെ. അതിൻ്റെ ഒത്തിരി പേര് ഇന്ത്യക്കാരുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ വീഡിയോ കാണുന്നവർ ഒരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിൻ്റെ നിയമത്തെയും അതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂവിനെയും ഹനിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഡെമോക്രാറ്റ്സിൻ്റെ ആൾക്കാർ അംഗീകരിച്ച് കാണും, അവർക്ക് പ്രശ്നമില്ലായിരിക്കും. പക്ഷെ അവിടെയുള്ള ജനങ്ങൾക്കത് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ഭൂരിപക്ഷത്തിന് ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് ജനം ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപിനെ അധികാരത്തിൽ കയറ്റിയത്. അവരാ രീതിയിൽ നടപടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഇപ്പൊ ഇന്ത്യക്കെതിരെ ഇപ്പൊ ആര് ഭരിച്ചാൽ തന്നെ ഇവിടെ വന്നിട്ട് നമുക്കെതിരെ, നമ്മളിവിടെ ജീവിക്കുന്ന മറ്റു പല ആൾക്കാർക്കെതിരെ ഒരു വിദേശി വന്ന് പ്രശ്നമുണ്ടാക്കി നമ്മൾ വിടൂ. അതിനകത്ത് പൊളിറ്റിക്കൽ പാർട്ടിയൊന്നുമില്ല. പക്ഷെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ എല്ലാ രീതിയിലും പല രീതിയും പൊളിറ്റിക്കൽ പാർട്ടി നോർത്ത് പോളോ സൗത്ത് പോളോ ആയിട്ടിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. നോർമലാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് അവർ ക്യാമ്പയിനിങ്ങിനൊക്കെ ഈ ഡെമോക്രാറ്റ്സ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഖലീലിൻ്റെ ഇഷ്യൂ ഇത്രയും ഫേമസ് ആയത്. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സെനറ്റ് മെമ്പർ അത് സെനറ്റിൽ ഉന്നയിച്ചതിൻ്റെ കാരണം. അപ്പോൾ ഒരു ഭാഗത്ത് അമേരിക്കയിൽ നടക്കുന്നു. അപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് മറ്റൊരു കാര്യം പറയാം. ഈ ട്രംപ് ഈ ആൻറ്റി പ്രകടനവും പ്രശ്നങ്ങളും ഇസ്രായേലിനെതിരെ പ്രകടനം നടത്തുകയും ആൻറ്റി ഇഷ്യൂവും ഒക്കെ ഉണ്ടായ പല രാജ്യങ്ങളുണ്ട്. അമേരിക്കൻ നാറ്റോ രാജ്യങ്ങളുണ്ട്, അമേരിക്കൻ അലയൻസ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ടാരിഫ് ഇത് പല ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുക. പല ആൾക്കാരും അമേരിക്കയായിട്ട് കാണാനും വന്നു. ഇതിനകത്ത് ആദ്യം ബ്രിട്ടൻ ഭയങ്കര തീരുമാനത്തിലെടുക്കാൻ പോവുകയാണ്. അവിടെ ആൻറ്റി ഇതേപോലെയുള്ള പ്രകടനമൊക്കെ പലയിടത്തും നടത്തുകയും ചെയ്ത പല ആൾക്കാരുടെ ലിസ്റ്റ് ബ്രിട്ടൻ തയ്യാറാക്കി. കാരണം ഫർദർ ബ്രിട്ടന് മുന്നോട്ട് പോകാൻ അമേരിക്കയുടെ പിന്തുണ വേണം. കാരണം ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഈ ടാരിഫ് എല്ലാം കൂടെ വന്ന് അവൻ്റെ തലയിൽ കയറി വീണ് കഴിഞ്ഞാൽ അവൻ വെടിതീർന്നു പോകും. ഇതിനെപ്പറ്റി റേച്ചൽ റീവ്സ്, അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ, അവിടുത്തെ ചാൻസലർ, അവരതിനെപ്പറ്റി ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പിന്തുണയില്ലാതെ ആ രാജ്യത്തിൻ്റെ എക്കോണമി റിജുവിനേറ്റ് ചെയ്യുകയില്ല. ഇപ്പോൾ ടാരിഫും കൂടെ വന്നു കഴിഞ്ഞാൽ പെട്ടു. അതേപോലെ ഓസ്ട്രേലിയ, മറ്റു പല രാജ്യങ്ങൾ, അമേരിക്കയായിട്ട് ബന്ധമുള്ള രാജ്യങ്ങൾ, ഈ ട്രംപുമായിട്ട് ബന്ധം, കാരണം ട്രംപാണ് അമേരിക്ക ഭരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അലയൻസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, ഇൻക്ലൂഡിങ് ഫ്രാൻസ്, ഇൻക്ലൂഡിങ് ജർമ്മനി, ഇവിടൊക്കെ അമേരിക്കൻ മെസ്സേജ് വളരെ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. ഈ മെഹ്മൂദ് ഖലീലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് അവിടൊക്കെ ആരൊക്കെയാണ് അവിടെ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ ആക്രമിച്ചത്, അവരെ വിദ്യാർത്ഥികളാണെങ്കിലും ആരാണെങ്കിലും, അവിടെ ഗ്രീൻ കാർഡ് ഹോൾഡർ ആണെങ്കിലും അവിടുത്തെ സിറ്റിസൺ ആണെങ്കിലും അവർക്കെതിരെ നിയമ നടപടി എടുക്കണം. ഇതിന്റെ റിപ്പോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ഏകദേശം
ഇഷ്ടംപോലെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട് മുസ്ലിങ്ങളായിട്ടുള്ളത്. അവരെ പല ആൾക്കാരെയും പാക്ക് ചെയ്യാൻ പല യൂണിവേഴ്സിറ്റികളും അവരൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ആരെയൊക്കെയാണ് പുറത്ത് കളയേണ്ടത്, കാരണം ആരൊക്കെയാണ് ആൻറ്റി സെമറ്റിക്, അതേപോലെ അവിടെയുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ പ്രകടനം നടത്തിയവർ, ആ രാജ്യത്തിനെതിരായിട്ട് നിന്നവർ. അവിടെ ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ പാർട്ടി ഭരിച്ചാൽ തന്നെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്, ഇവരൊക്കെ അമേരിക്ക പറയുന്നേ കേൾക്കത്തുള്ളൂ. കാരണം ഇവരുടെ ബേസിക്, ഇവരുടെ വലിയ പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണറും അവർക്ക് വെപ്പൺസും നാറ്റോയൊക്കെ കൊടുത്ത് സഹായിക്കുന്ന അമേരിക്ക. ഈ പല യൂറോപ്യൻ രാജ്യങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തന്നെയും ഇവർ പല കാര്യത്തിലും ഈ ട്രംപ് പറയുന്നതിന് യോജിക്കുന്നവരാണ്. കാരണം ഉക്രൈൻ വിഷയത്തിൽ അവസാനം ട്രംപ് പറഞ്ഞു, ആദ്യം തെറ്റി പ്രശ്നം അതൊക്കെ ഉണ്ടായി, പക്ഷെ ഫൈനലി ട്രംപ് എന്ത് പറഞ്ഞു അത് തന്നെ നടപ്പിലാക്കി. അതിനെ ബന്ധപ്പെട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായിട്ട് അമേരിക്കയുടെ പുറകെ നിന്ന്, അതായത് സ്ലെവൻസ്കി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആ ഇക്വേഷൻ മനസ്സിലാക്കുക, അനാട്ടമി. അപ്പൊ ഇതിനകത്ത് ട്രംപിന്റെ താല്പര്യമുള്ളതാണ് ഇസ്രായേൽ ഇഷ്യൂ. അതിൻ്റെ പേരിലാണ് നേരത്തെ ബൈഡൻ ഇരുന്ന സമയത്ത് ഈ അമേരിക്ക ഇസ്രായേലിന് വെപ്പൺ കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരോടും പ്രൈം മിനിസ്റ്റർ, ഹെഡ് ഓഫ് അവരോട് വിളിച്ച് പറഞ്ഞത് അവരെ സഹായിക്കും. ഇന്ത്യയോട് പറഞ്ഞ് ഇന്ത്യ കൊടുത്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത്, അതായത് സീനിയർ റിപ്പബ്ലിക്കൻ പാർട്ടി ലീഡർ അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുമായിട്ട് ആരൊക്കെ അലയൻസ് പാർട്ട്നേഴ്സ് ഉണ്ട്, ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ഇവിടെയൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആൻറ്റി സെമറ്റിക് ജൂയിഷിനെതിരെ പ്രശ്നങ്ങളും പ്രകടനങ്ങളും നടത്തിയവർ ക്യാമ്പസുകളിൽ അവരെ പുറത്താക്കണം, ഞങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളും നടപ്പിലാക്കണം. കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം അലമ്പാവരുത്, ഈ വർത്താനമാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിൻ്റെ പേരിൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടേക്കുവാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും. ആരൊക്കെയാണ് അവിടുത്തെ പോലീസിനോട് ചോദിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി പോലീസിനോട് ചോദിച്ചിട്ടുണ്ട്, മറ്റേ അവർ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ത്യൻ സ്റ്റുഡൻറ്റ്, പ്രത്യേകിച്ച് മലയാളികളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഈ ഹമാസ്, കിമാസ്, പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞ ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ അലമ്പ് കാണിക്കരുത്. ഇതിനകത്ത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമാണ് കൺട്രോൾ ചെയ്യുന്നത് ഇവരെയൊക്കെ, പ്രത്യേകിച്ച് ട്രംപ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ട്രംപിനെ ഹനിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ഈ രാജ്യങ്ങളൊന്നും ചെയ്യില്ല. നമ്മളെ ഉക്രൈൻ വിഷയത്തിൽ കണ്ട അവർ പുറത്ത് പറയുന്ന ഒന്ന്, അകത്ത് പറയുന്ന വേറൊന്ന്. ഇതാണ് അതിൻ്റെ കാര്യം. കാരണം അമേരിക്ക അതിനാണ് ലോക പോലീസ് എന്ന് പറയുന്നത്. ഇപ്പം എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തിൻ്റെ 2 കുട്ടികളുണ്ട് മെൽബണിൽ, അവർ പഠിക്കുക. അപ്പം പുള്ളിയുടെ മക്കളോട് വിളിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റി ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിച്ചാൽ മുസ്ലിം ഫാമിലി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്താ ഇവിടെ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഈ പ്രൊട്ടസ്റ്റ് മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ? അവർ പങ്കെടുത്തു. ഞാൻ പറഞ്ഞു, അവരുടെ കാലെ പിടിച്ചിട്ട് ക്ഷമ ചോദിക്കുക യൂണിവേഴ്സിറ്റി പോയിട്ട്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, മെൽബണി വരെ ഇത് സംഭവം, അത് പെട്ടെന്ന് 4-5 ദിവസം കൂടി കത്തിയൊക്കെ കയറി ഇഷ്യൂ. അതായത് പല ആൾക്കാർക്കും നോട്ടീസും സമൻ ചെയ്ത് വിളിപ്പിച്ച് സ്കാനിങ്ങും പ്രോബും ഒക്കെ നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വേണ്ടാത്ത ഈ സുഡൂസൊക്കെ പറഞ്ഞ് ക്യാമ്പസിൽ കിടന്ന് ചാടിയിട്ട് കാര്യമൊന്നും, നിങ്ങൾ അത്രയും പണം മുടക്കിയിട്ടാണ് അവിടെ പഠിക്കാൻ പോയേക്കുന്നത്. ഡിസ്കണ്ടിന്യൂ മാത്രമല്ല ഉണ്ടാകുന്നത്, അപ്പം അവിടെ നിന്ന് ഇറക്കിയിട്ട് അങ്ങനെയല്ല ഇതുണ്ടാകുന്നത്. നിങ്ങളെ പെർമനൻ്റ് ആയിട്ട് ഈ പറയുന്ന അമേരിക്ക, അലയൻസ് രാജ്യങ്ങളെ പിന്നെ കേട്ടില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യാഘാതം നിങ്ങൾ നേരിടാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് പ്രകടനത്തിനോ പ്രശ്നമോ അവിടെ റാലിക്കോ ആൻറ്റി സെമറ്റിക്കോ കാരണം നിർബന്ധിച്ച് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അപ്പോളജി ചെയ്യുക. ഇതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. കാരണം ഞാൻ പലരുമായിട്ട് സംസാരിച്ചു, പല യൂണിവേഴ്സിറ്റിയിലും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അവിടുത്തെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസും ഈ സംഭവം നടത്തുന്നുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന സംഭവമല്ല ഇത്, നിങ്ങളുടെ പേരൻസ് ഉദ്ദേശിച്ച് അവരുടെ കയ്യിൽ നിൽക്കുന്ന സംഭവമല്ല, നിങ്ങൾക്ക് അവിടെ ബന്ധുക്കളുണ്ട്, സിറ്റിസൺ, അവരുടെ കയ്യിൽ നിൽക്കുന്ന സംഭവമല്ല. കാരണം ഇത് രാജ്യാന്തര ഇഷ്യൂ ആയിട്ടങ്ങ് മാറി, അത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി. ഏത് രീതിയിലാണ് ജൂയിഷ് കമ്മ്യൂണിറ്റിയെ ഇസ്രായേലിനെ ലോക രാജ്യങ്ങളിൽ സേവ് ചെയ്യേണ്ടത്? അവരുടെ സെക്യൂരിറ്റിയിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, അത് അമേരിക്ക പ്രൊട്ടക്ഷൻ അങ്ങ് ഏറ്റെടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം മുഴുവൻ ആൾക്കാരെ ദൂരെ കളയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 1 വർഷം മുമ്പ് നിങ്ങൾ പ്രകടനത്തിലോ സംഭവത്തിലോ
ക്ലാസ്സുകൾ ബോയ്ക്കോട്ട് ചെയ്ത് ഇവർക്ക് വേണ്ടി നിങ്ങൾ പ്രൊട്ടസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് അപ്പോളജി ചെയ്ത് ഇനിയും ചെയ്യില്ല. അല്ലെങ്കിൽ ചില പല ആൾക്കാർക്കും പല വിദേശ യൂണിവേഴ്സിറ്റിയിലും ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി അവർ നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഞാനിത് കൃത്യമായിട്ട് പറയുക. കാരണം പല യൂണിവേഴ്സിറ്റിയിലും സംസാരിച്ചപ്പോഴും അവിടെ ജേർണലിസ്റ്റുകളായിട്ട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് സ്ട്രിക്റ്റായിട്ടാണ് അമേരിക്കൻസ് പാർട്ട്നേഴ്സും അലയൻസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അവരുടെ ഈ ഓർഡർ നടപ്പിലാക്കുന്നത്. ഇത് എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധമുള്ള രാജ്യങ്ങളും അത് നടപ്പിലാക്കും. ബ്രിട്ടൻ ഇപ്പം അതിൻ്റെ പുറകെ നടക്കുക. കാരണം ബ്രിട്ടനാണ് കൂടുതൽ ഫ്രീഡം ഒക്കെ ഉള്ള രാജ്യം. അവിടെ വരെ അത് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളത്ത് എത്രമാത്രം പെനട്രേറ്റ് ചെയ്ത് അകത്തോട്ട് പോയിട്ടുണ്ട്. ഇതിനെതിരെ നിങ്ങൾ തന്നെയാണ് ഏത് രീതിയിൽ പോകണമെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.